ഹലോ, ഇന്നെന്താണ് പരിപാടി എന്നല്ലേ? ഇന്നങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാൽ പിന്നെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്നൊരു മോഹം. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് പൂക്കളൊക്കെ പറിച്ചിട്ട് ഈ പൂക്കൾ വെച്ചിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റീവായിട്ട് ചെയ്യാം എന്ന് ഞാനിങ്ങനെ കുത്തിയിരുന്ന് ആലോചിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ കണ്ടത്. എന്നാൽ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാത്തത് കാരണം കൊണ്ട് ഞാനൊരു പഴയ തുണിയിൽ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എൻ്റെ ചാനലിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ എന്നൊക്കെ എനിക്കറിയാൻ പറ്റുള്ളൂ. അത് കാരണം കൊണ്ട് വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പിന്നെ ഈ വർക്ക് എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കണം. നല്ല സക്സസ് ആയിട്ട് വരും കേട്ടോ. ഞാൻ വിചാരിച്ചു, പക്ഷേ ഇത് കഴുകുമ്പോൾ പോകുമോ എന്നെനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇതുവരെ കഴുകി നോക്കിയിട്ടില്ല. കഴുകി നോക്കണം. ഇത് പോകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എങ്ങനെയാണെങ്കിലും ഇത് ചെയ്തു വരുമ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്. പക്ഷേ ഇതിനുണ്ടല്ലോ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളെടുക്കണം. ഞാൻ എടുത്ത ഒരു മഞ്ഞപ്പൂ ഉണ്ടല്ലോ, അത് ഇതിനകത്ത് വെച്ചിട്ട് അറിയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കളെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇത് ചെയ്തു വന്നപ്പം നല്ല രസമായിരുന്നു. ഫുള്ള് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണ കാരണം കൊണ്ട് ഇത് ശരിയാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഇല്ലാതെ ചെയ്തൊരു കാര്യമാണല്ലോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും പക്ഷെ കുറേ സമയമെടുത്തു കേട്ടോ. ഒത്തിരി സമയമെടുത്തു. ഈ പൂക്കളെല്ലാം ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തീരും. ഇങ്ങനെ നമുക്ക് സിമ്പിളാണല്ലോ, ഇങ്ങനെ ചുറ്റിക്കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് നിന്നാൽ മതിയല്ലോ അങ്ങനെ വിചാരിച്ച്. പക്ഷേ കുറച്ചധികം സമയമെടുത്തു. എങ്ങനെയാണെങ്കിലും സമയമെടുത്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് ഇത് ശരിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു ഇങ്ങനെ ടെൻഷൻ പിടിച്ചായിരിക്കുമല്ലോ ചെയ്യണേ. അതേപോലെ ചെയ്തൊരു കാര്യമായിരുന്നു ഇത്. പക്ഷേ എങ്ങനെയാണെങ്കിലും ചെയ്തു വന്നപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു. കൊള്ളാമല്ലോ എന്നൊരു തോന്നൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. പുതിയതായിട്ട് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഇങ്ങനെ ചെയ്തു നോക്കണമല്ലോ. എങ്ങനെയാണ് മറ്റുള്ളവർ ചെയ്യണത് കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, നമ്മൾ ചെയ്താൽ എങ്ങനെയായിരിക്കുമെന്ന്. അങ്ങനെ മറ്റുള്ളവർ ചെയ്യണത് കണ്ടിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണിത്. പക്ഷേ എങ്ങനെയാണെങ്കിലും സംഭവം കൊള്ളാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ഏത് പൂവാണെങ്കിലും കുഴപ്പമില്ല. ഏത് പൂവാണ് എങ്ങനെ വേണോ, ഏത് രീതിയിൽ ഏത് മോഡലിൽ വേണോ വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കവറും ചുറ്റികയോ ഉണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എനിക്കെന്തായാലും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ലാസ്റ്റ് ഞാൻ ഫോട്ടോയൊക്കെ കാണിക്കാം കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് പറയണേ. സൂപ്പറല്ലേ? ബായ്.